മിക്ക ഫെസ്റ്റിവലിലും അധികം ആൾക്കാർ ഉണ്ടാക്കുന്ന പായസമാണ് സേമിയ പായസം. എപ്പോഴും ഒരുപോലെ ഉണ്ടാക്കാണ്ട് ഈ രണ്ട് ഇൻഗ്രീഡിയൻസും കൂടി ചേർത്ത് ഉണ്ടാക്കി നോക്കുക, സ്വാദ് ഇരട്ടിയാവും കേട്ടോ. 10-12 ബദാം എടുത്ത് 1 മണിക്കൂർ കുതിർത്തി വെച്ചേക്കുന്നതാണ്. ഈ വെള്ളത്തോടു കൂടി ബദാം അരച്ചെടുത്ത ബദാം മാറ്റി വയ്ക്കാം. 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കുന്നുണ്ട്. കുറച്ച് കാഷ്യൂ വറുത്തെടുക്കാം. പാനിൽ നിന്ന് നട്ട്സ് മാറ്റുന്നുണ്ട്. മുന്തിരി വറുത്തെടുക്കാം. മുന്തിരി പാനിൽ നിന്ന് മാറ്റുന്നുണ്ട്. 1 നേന്ത്രപ്പഴം സ്ലൈസ് ചെയ്തതാണ്. ഇത് നെയ്യിലൊന്ന് നമുക്ക് വാട്ടിയെടുക്കാം. പഴം നെയ്യിൽ വാടി ഇതും പാനിൽ നിന്ന് മാറ്റുന്നുണ്ട്. കുറച്ച് സേമിയ എടുത്തിട്ടുണ്ട്, അതൊന്ന് വറുത്തെടുക്കാം കേട്ടോ. വറുത്ത സേമിയ ആയാൽ പോലും ഒന്ന് വറുത്തോളൂ. സേമിയയും പാനിൽ നിന്ന് മാറ്റുന്നുണ്ട്. 1/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെള്ളം നല്ലോണം തിളയ്ക്കുമ്പോൾ ഇതിലേക്ക് 1/2 ലിറ്റർ പാല് ചേർത്ത് കൊടുക്കാം. പാലും തിളക്കട്ടെ കേട്ടോ. 1/4 കപ്പ് ജവ്വരി എടുത്ത് 2 മണിക്കൂർ കുതിർത്തി വെച്ചേക്കുന്നതാണ്. അത് പാലിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ജവ്വരി ഒന്ന് വെന്ത് വരട്ടെ കേട്ടോ. അതിൻ്റെ ശേഷം നമുക്ക് സേമിയ ചേർത്താൽ മതി. ജവ്വരി 1/4 ഭാഗം വെന്തത് നമുക്ക് വറുത്ത് വെച്ചേക്കുന്ന സേമിയ ചേർത്ത് കൊടുക്കാം. ഇത് മിക്സ് ചെയ്തിട്ട് സേമിയ ഒന്ന് വേവട്ടെ. അപ്പോഴേക്കും ജവ്വരി ഫുള്ളായി വെന്തോളും. ജവ്വരിയും സേമിയയും വെന്തതിൻ്റെ ശേഷം നമ്മൾ അരച്ച് വെച്ചേക്കുന്ന ബദാം പേസ്റ്റ് ചേർക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ വറുത്ത് വെച്ചേക്കുന്ന പഴം ചേർക്കാം. ഒന്നും കൂടി ഒന്ന് തിളച്ചോട്ടെ. ബദാമും ചേർത്ത് തിളച്ചതിൻ്റെ ശേഷം ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്തോരം മധുരം വേണോ അതനുസരിച്ച് ചേർത്തോളൂ കേട്ടോ. പഞ്ചസാര അലിഞ്ഞ് കിട്ടട്ടെ. 1 നുള്ളു ഉപ്പ് ചേർക്കുന്നുണ്ട്. 1 ടീസ്പൂൺ ഏലക്കപ്പൊടി. വറുത്ത് വെച്ചേക്കുന്ന നട്ട്സ് ചേർത്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ കേട്ടോ. പായസം സിമ്പിളായിട്ടും വെറൈറ്റി ടേസ്റ്റിലുള്ള സേമിയ പായസമാണ്. ഈ ഓണത്തിന് സേമിയ പായസമാണ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. പുതിയൊരു റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. See you. Bye.